എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ഒരു ഏകദേശം 8 വർഷ കാലമായി ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും എനിക്ക് യഥാർത്ഥമായ ഒറിജിനാലിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, എന്താണ് യഥാർത്ഥ ദൈവം, അത് മനസ്സിലാക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് കറക്റ്റ് അല്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്ന് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന്. പക്ഷെ അവരുടെ പ്രവൃത്തികളും നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കണ്ടിരുന്നില്ല. പിന്നെ കുറച്ചു കാലം ഗൾഫ് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാനുള്ളൊരു ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ പ്രബോധകരിൽ നിന്നും വായിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി യഥാർത്ഥ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലായി. പിന്നെ തിരികെ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. എൻ്റെ പേര് മുഹമ്മദ് സമീർ, പഴയ പേര് രഞ്ജിത്ത് എന്നാണ്. ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അത്യാവശ്യം നാട്ടിൽ മദ്യപാനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നൊരു ആളായിരുന്നു. ഒരു മാറ്റം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാ, റബ്ബ് നമ്മളെ ആ വഴിയിലൂടെ നടത്തി. ആ മാറ്റം അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഇസ്ലാമാണ് ശരി, അങ്ങനെ ഇസ്ലാമിൽ എത്തിപ്പെട്ടു. കൂടുതലായി പഠിച്ചു. അൽഹംദുലില്ലാ, ജീവിതം സുഖമായി പോകുന്നു. മദ്യപാനവും എല്ലാം ഇല്ല. ഇപ്പോൾ മാതാപിതാക്കളും എൻ്റെ ഒപ്പം തന്നെയുണ്ട്. അവരുമായിട്ട് നല്ല രീതിയിൽ വർത്തിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. മാതാപിതാക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല? ഇല്ല, സ്വീകരിച്ചിട്ടില്ല. എങ്കിലും അവരിപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ്. എൻ്റെ പേര് മുഹമ്മദ് ഹാരിസ് എന്നാണ്. എൻ്റെ പഴയ പേര് രൂപക് പി ദാസ് എന്നാണ്. ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്നാണ് ഇസ്ലാമത്തിലേക്ക് വന്നിരുന്നത്. ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ വന്നത്. ആ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് മറുപടി എനിക്ക് തന്നു. അതുപോലെ ഒരു സ്വാമിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായി. ഫേമസ് സ്വാമിയാണ്. ആരാണ് ദൈവം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ദൈവങ്ങളാണെന്ന് എന്നോട് മറുപടിയാണ് തന്നത്. അങ്ങനെ ഞാൻ ആരാണ് അള്ളാഹു എന്നൊരു ബുക്ക് ഞാൻ വായിക്കാനിടയായി. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. എൻ്റെ മാതാപിതാക്കളായിട്ടും എല്ലാം നല്ല ബന്ധത്തിലാണ്. എൻ്റെ വൈഫ് റിപ്പോർട്ടാണ്. വന്നിട്ട് അവരായിട്ട് രാവിലെ വരുമ്പോൾ ഞങ്ങളെ യാത്ര അയച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ബന്ധത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, എന്നാൽ അവരുമായി നല്ല ബന്ധത്തിലാണ് എല്ലാവരും. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ടോ? കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈഫിന്റെ അമ്മയോടായാലും എന്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റു നിർബന്ധങ്ങളോ തർക്കങ്ങളോ ഒന്നും താല്പര്യം കൊടുത്തിട്ടില്ല. അസ്സലാമു അലൈക്കും. എന്റെ പേര് ആദിൽ. 2 വർഷമായി ഇസ്ലാം സ്വീകരിച്ച്. എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പ്രചോദനമായത് എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്? വളരെയധികം സംതൃപ്തിയാണ്. വളരെ വളരെ അള്ളാഹുവിനോട് ഞാൻ എത്ര തന്നെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും. ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? യാതൊരു നിർബന്ധിച്ചാക്കാം ഒരാളെ മതപരിവർത്തനം നിർബന്ധിച്ച് നടത്താൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ മാതാവിനെ എന്റെ സഹോദരങ്ങളെ ഞാൻ പണ്ടേ ആക്കിയിട്ടുണ്ടാവും. ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിയുമെങ്കിൽ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ ചെയ്യിക്കാൻ മതം മാറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ സഹോദരങ്ങളെയും എന്റെ മാധവനെയും ആദ്യം തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. അത്ര ആഗ്രഹമുണ്ട്? പിന്നെ തീർച്ചയായിട്ടും എന്തായാലും കത്തിയാളെന്ന് നരകത്തിലേക്കാണ് അവർ പോകുന്നതിൽ കൺഫേം ആയിട്ട് നമുക്കറിയാം. ഒരാൾ മതത്തെ ഏത് മതത്തിൽപ്പെട്ടവനായാലും അവന്റെ മതം യഥാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവന് ബോധ്യമാവും. പഠിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് അമീൻ. എൻ്റെ പഴയ പേര് പ്രമോദ് എന്നാണ്. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൂരിഭാഗം ഹൈന്ദവർക്കും ഈ മുസ്ലിങ്ങളെ പോലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പോലെയോ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മതം പഠിക്കുന്നതിനുള്ള ഒരവസരമില്ല. ഇപ്പം മദ്രസ പോലെയോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പോലെയോ ഒരു അവസരം ഹൈന്ദവർക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കുറെ കഥകൾ കേട്ടിട്ടുണ്ടെന്ന്, മുത്തശ്ശിയുടെ നൃത്തത്തിൽ കുറെ കഥകൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ മതത്തെപ്പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല. അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ പരലോകം എന്നൊരു വിശ്വാസമേ ഇല്ല. പരലോകത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയില്ല. ഇപ്പൊ ദുനിയാവിൽ പരീക്ഷയ്ക്ക് പാസ്സാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണ്, ഇങ്ങനെ ഒരു വിഷയങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതിനുശേഷം നമ്മള് കോളേജ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇസ്ലാമിനെ പറ്റി കേൾക്കാനിടയായി, പഠിക്കാനിടയായി. ഞാൻ മുഹമ്മദ് ഈസ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഈസ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, ഈസ പെന്തക്കോസ് ആകുന്നതിന് മുമ്പ് അവന്റെ ഫാമിലി റോമൻ കത്തലിക്കിലായിരുന്നാണ് എന്റെ വിശ്വാസം. അപ്പം ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോ എന്നെ സംബന്ധിച്ച് മരണത്തിന് ശേഷം ഒരു ജീവിതം എന്നൊരു വിശ്വാസമില്ല.
പണ്ട് മുതൽ തന്നെ മരണം എന്ന് പറയുന്ന ഒരു വിഷയം മനസ്സിലേക്ക് വന്നാൽ കൊച്ചിലെ മുതൽ തന്നെ മരിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നൊരു ചിന്ത വന്നാൽ അതിന് ഉത്തരവില്ല. ഒരു ദിവസം അവിടുത്തെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രമോദ, ഒരു അംബാസിഡർ കാർ കമ്പനി, അവർ പുതിയതായിട്ടൊരു കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മാനുവൽ കൊടുക്കും. ഈ കാർ നിങ്ങൾ എങ്ങനെ ഓടിക്കണം, ഇത്ര കിലോമീറ്റർ ഇത്ര സ്പീഡ് ഓടിക്കാൻ പാടില്ല, ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ സർവീസ് കൊടുക്കണം, ഗട്ടറി ചാടിക്കരുത്. ഇതൊക്കെ എന്തിനാ? ഈ കാറ് നല്ല രീതിയിൽ പോകാൻ. ഈ കാറിനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇതുണ്ടാക്കിയ ആൾക്കാർക്കാണ്. ഇതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്കൊരു മാനുവൽ തന്നിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യന്മാർ രക്ഷപ്പെടും. അപ്പൊ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതായിരുന്നു നിങ്ങളുടെ എന്റെ ടേണിംഗ് പോയിന്റ് അവിടെയായിരുന്നു. അതിനുശേഷം ഈസ പലതവണ പല കാര്യങ്ങൾ എന്റെ അടുത്ത് പറയും. മരണത്തെ പറ്റിയും പരലോകത്തെ പറ്റിയും കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. ഈസ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വളരെയധികം വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായാലും അതായിരുന്നു നിങ്ങളുടെ തുടക്കം. അതെ, തീർച്ചയായും. അസ്സലാമു അലൈക്കും. എന്റെ പേര് അൽനമീൻ എന്നാണ്. നേരത്തെ വിഷ്ണു എന്നായിരുന്നു. ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുമതവും ക്രിസ്തുമതവും ഉണ്ട്. നമ്മുടെ അപ്പൂപ്പനൊക്കെ ക്രിസ്ത്യാനിയായിരുന്നു. നമ്മൾ രണ്ട് കോവിലും പോവും, പള്ളിയിലും പോവും, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ബൈബിൾ സ്വീകരിക്കുവാനുള്ള കാരണം എന്ത്? ചുരുക്കത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് ഞാൻ കോളേജ് ടൈമില് പെന്തക്കോസുമാരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ചെന്ന്, അപ്പോൾ അത്രയും കാലം എനിക്ക് ബൈബിളിനെ പറ്റി അധികം ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ മതത്തോട് താല്പര്യമില്ലായിരുന്നു. കാരണം വിഗ്രഹ ആരാധനയാണ്, അത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവൻ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാധിക്കുന്നു എന്നത് നമുക്കൊരു താല്പര്യമില്ലാത്തൊരു വസ്തുവായിരുന്നു. പക്ഷേ ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഒരു ആളാണെന്നുള്ള കൺസെപ്റ്റിൽ അദ്ദേഹത്തോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത് പോയത്. പെന്തക്കോസ്തുകാരായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നമ്മൾ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് നമ്മുടെ ജീവിതം, ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത്, എന്താണ് നമ്മുടെ അവസാനം, വെറുതെ പുഴുവരിച്ച് കളയാനാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബൈബിളിൽ വരുന്നുണ്ട്. അതേസമയം അതിനകത്ത് ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. അതുപോലെ പഴയ നിയമമാണ് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പൊ അതിനകത്ത് ഫുള്ളും ഏകദൈവ ആരാധനയാണ്, ഏകദൈവ വിശ്വാസമാണ്. അപ്പൊ പുതിയ നിയമത്തിൽ അധികം പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം നമുക്ക് വേണ്ടി മരണപ്പെട്ടു. അപ്പൊ നമ്മൾ ഇന്ന് തെറ്റ് ചെയ്താൽ ഈസാ നബി അലൈഹി സ്വലാമിനാണ് ശിക്ഷ വരുന്നത്. അപ്പൊ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അതും ഇത്രത്തോളം നമ്മൾ സ്നേഹിക്കേണ്ട ഒരു മനുഷ്യൻ നമ്മളെ തെറ്റിനൊക്കെ ശിക്ഷ മേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യുക്തിയില്ലായ്മ, ഒരു എന്താണ്, ഒരു മനുഷ്യപ്പറ്റില്ലായ്മയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ പഠിച്ചപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി ഖുർആനിലുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്. കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനമുണ്ടോ, എന്താണ് ഇതിന്റെ ലക്ഷ്യം, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നെങ്കിൽ എല്ലാ മതങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണ്. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങിയപ്പോൾ ചെന്നെത്തിയത് ഇസ്ലാം മതത്തിലേക്കാണ്. ഓക്കെ, ഇഷ്ടമാണ്.